നെഗോഷ്യബിൾ ആണ്. പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ചും ചെയ്യാം. ഏതെങ്കിലും വണ്ടിയൊക്കെ നമ്മൾ എല്ലാ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം. വണ്ടി എടുക്കും. എക്സ്ചേഞ്ച് പറഞ്ഞാൽ മറ്റേ മോശമുള്ള വണ്ടിയാണ്. അല്ല, നിങ്ങൾ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കൂടി വരുമ്പോ താറൊക്കെ കണ്ടിട്ടുണ്ട്, അത് പോയോ? താറൊക്കെ പോയി. താറ് നമുക്ക് 2 വരാണ്ട്. 2023 മോഡൽ 2 വീല് ഡീസൽ വണ്ടി വരാണ്ട്. 2024 2 വീല് ഡീസൽ വരാണ്ട്. ഇന്ന് വരും. വീഡിയോ ഇന്നിപ്പോ വൈകുന്നേരം എത്തുള്ളൂ. നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു താറുണ്ട്. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഇത് വീഡിയോയിൽ ലോൺ വേണ്ടവർക്ക് ഒരു 60-70 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. ടാക്സിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ടാക്സിക്കാരൊക്കെ പറ്റും. 88,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടാണ്. 88 കറക്റ്റ് ഓട്ടമാണ് കേട്ടോ, ജെന്യൂൻ ഓട്ടാണ്. പിന്നെ ഈ വണ്ടിനെ പറ്റി അറിയാത്തവരോടാണ് പറയുന്നത്, ഈ ഒരു വണ്ടി ഇതൊരു സംഭവമാണ് കേട്ടോ. ഇത് മെയിൻ്റനൻസ് വളരെ കമ്മിയുള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നല്ല ബൂട്ട് സ്പേസ്, ലോങ് ഡ്രൈവിനൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി. അതാണ് ഈ ടാക്സിക്കാരൊക്കെ ഇത് യൂസ് ആക്കുന്നത്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. SUV ടൈപ്പ് വണ്ടികൾ, സെഡാൻ വണ്ടികൾ, 7 സീറ്റ് വണ്ടികൾ, ചെറുവണ്ടികൾ, നല്ല തീ പാറുന്ന ഒന്നൊന്നര കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് സ്കൈവേ മോട്ടോഴ്സിലാണ്. ഇവിടെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന വണ്ടികളാണ് ഈ ഷോറൂമിലുള്ളത്. മൈലേജ് കൂടുതൽ കിട്ടുന്ന ഹോണ്ടന്റെ ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ SUV ടൈപ്പ് കുറെ ഉണ്ട്, അതുപോലെ തന്നെ സെഡാനും ഉണ്ട്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നാസർക്കാണ്, ഇതിന്റെ ഓണറാണ്. നാസർക്ക് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇപ്രാവശ്യം ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ പുതിയ കുറെ വന്നിട്ടുണ്ട്. ഏകദേശം 30-30 വണ്ടികളാണ് സ്റ്റോക്ക്. ഇവിടെ കുറച്ച് വണ്ടികളും, ഇവിടെ ഒരു 25 വണ്ടികൾ സ്റ്റോക്ക് ഉള്ളൂ. ബാക്കി പുറത്തുണ്ട്. എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. മോഡൽ കൂടിയ വണ്ടികൾ, മോഡൽ കുറഞ്ഞത് കുറവാണ്. അതെ, മോഡൽ കൂടിയ വണ്ടികളാണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ നാസർക്ക് ഇത് എങ്ങനെയാണ് ഇത് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്? ലൊക്കേഷൻ നമ്മളെ ഇത് മുസ്ലിയാരങ്ങാടി, കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി. അതായത് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ വെള്ളാമ്പറ കഴിഞ്ഞിട്ട്, പാലക്കാട് നിലമ്പൂരൊക്കെ വരുമ്പോ ഈ വെള്ളാമ്പറ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് പിന്നെ മുസ്ലിയാരങ്ങാടി. ഇവിടെ നമ്മൾ നേരെ മുന്നിൽ നയാര പെട്രോൾ പമ്പ് ഉണ്ട്. ഈ ഒരു ഓപ്പോസിറ്റ് ആണ്. കോഴിക്കോട് വരുമ്പോ കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ട്, പാലക്കാട് ഹൈവേല് 5 കിലോമീറ്റർ. അതേമാതിരി വയനാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ വഴി വരാം. എടവണ്ണപ്പാറ വഴി വന്നാൽ കൊണ്ടോട്ടി എയർപോർട്ട് റോഡ് നോക്കിയിട്ട് വന്നാൽ മതി. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾ ഗേറ്റ് ലോക്ക് ഉണ്ട് അതിൽ. ഗേറ്റ് ലോക്ക് ഒക്കെ. ഓക്കെ, ഇവരെ നമ്പർ സേവ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ആയി വിട്ട് കഴിഞ്ഞാൽ ഗേറ്റ് ലോക്ക് വരും. അതുപോലെ തന്നെ എല്ലാ വണ്ടികളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൽ പറയുന്ന പ്രൈസ് അല്ല, നെഗോഷ്യബിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കൊരു സ്വിഫ്റ്റ് കാറിൽ തുടങ്ങാം. ഇതെങ്ങനെയാണ് മോഡൽ? 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. VXI പെട്രോൾ വണ്ടി. പിന്നെ 60,000 കിലോമീറ്റർ, 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി, ചെറിയ ഓട്ടാണ്. പിന്നെ നല്ല നീറ്റ് വണ്ടിയാണ്. 2 ടയറൊക്കെ ഇപ്പൊ പുതിയത് ഞങ്ങൾ ഇട്ടതാണ്. പുതിയ ടയർ ഉണ്ട്. ഉള്ളിൽ നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്റീരിയർ ഭാഗത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ആയിരിക്കണം. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക? ഇത് 6,60,000 ചോദിക്കുന്നത്. ഇപ്പൊ ലോണൊക്കെ വേണ്ടവർക്കാണെങ്കിൽ ഒരു 60-70 രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാം. അല്ല, 60 ഉറപ്പ് മതി. ഒരു 60 ഉറപ്പ് ഉണ്ടെങ്കിൽ ഇറക്കാം. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ ഒരു സാൻഡ്രോ കാറ്, പുത്തൻ സാൻഡ്രോ ആണ്. 2020 മോഡൽ അല്ല? 20 മോഡല് സ്പോർട്സ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 53,000 കിലോമീറ്റർ ഓടി വണ്ടി. നല്ല വണ്ടി, ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുള്ളതാണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 54,000 ഓടിയിട്ടുള്ളൂ. ഇത് ലോൺ വേണ്ടവർക്കൊക്കെ ഏകദേശം ഒരു ഫുൾ ലോൺ തന്നെ പ്രതീക്ഷിക്കും. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ ലോൺ കൊടുക്കാൻ പറ്റില്ല. നമ്മളിതിന് ചോദിക്കുന്ന വില 3,90,000. 390 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ചെറിയൊരു മാറ്റം ചെയ്യാം. നല്ല വണ്ടിയാണ്. സാൻഡ്രോ സ്പോർട്സ് ആണ് കേട്ടോ വണ്ടി. അതെ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. നോക്കാണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കട്ടുള്ള ടയർ ഉണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കും. ഹ്യുണ്ടായിന്റെ വെന്യൂ ഇതെങ്ങനെയാണ്? ഇത് 2021 മോഡല്. 22 4 മാസമാണ് വണ്ടി ഡെലിവറി സംഭവമൊക്കെ എടുത്തത്. ആകെ 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2000 മാനുവൽ പെട്രോൾ ആണ് വണ്ടി. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. 10,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നല്ല അലുവ കഷ്ണം പോലത്തെ വണ്ടി. ഓക്കെ, ഇത് എത്ര ടാസ്ക്? ഇതിന് 7,00,000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു നെഗോഷ്യബിൾ ആണ്, റേറ്റ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. പിന്നെ ഏകദേശം ലോൺ കിട്ടും. ഒരു 60-70 ഉറുപ്പ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ബാണാങ് വിളിച്ചു. ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ വണ്ടിയാണ്. കുറെ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. കുറെ ആൾ കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എക്കോസ്പോർട്ട് ഡീസൽ ഉണ്ടോ എന്നല്ലേ. ഇത് നാസർക്ക് എങ്ങനെ മോഡൽ തന്നെ? ഇത് 2015 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ഇത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ഫുൾ സർവീസും കമ്പനി ചെയ്തത്. ഇതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ സർവീസ് ചെയ്തതിന്. അതിന് ശേഷം ഒരു സർവീസും ചെയ്തതിന് ഞങ്ങൾ തന്നെ കമ്പനിയിൽ നിന്ന് ഒരു സർവീസ്. ഓക്കെ,
സമയമായതുകൊണ്ട്. ആ. അപ്പൊ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,45,000 കിലോമീറ്റർ ഓടി. ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ സർവീസ് കാര്യങ്ങൾ പക്ക. അതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഫുൾ സർവീസ് ഫുൾ സർവീസ് കമ്പനി ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട്. ടയർ ഉണ്ട്. ഇൻഷൂർ ഇപ്പൊ പുതിയത് അടച്ചതാണ് തന്നെ. ഓക്കെ. അപ്പൊ ഈ വണ്ടിക്ക് ചോദിക്കണ വില 4,85,000 രൂപ. 4,85 ചോദിക്കുന്നുണ്ട്. 4 ലക്ഷം റുപ്യ ലോണും കിട്ടും. 4 ലക്ഷം രൂപ ലോൺ കിട്ടും അല്ലെ? ചെറിയ മുടക്കുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ എടുക്കാം. അപ്പൊ ബാണങ്ങ് വിളിച്ചോ. 6 സീറ്റാണ്. പിന്നെ RC യിലൊക്കെ ഉണ്ടാവും. 7 പേർക്ക് സുഖമായിട്ട് പോകാം. ഇത് മോഡൽ എങ്ങനെയാണ്? ഇത് മോഡൽ 2020 സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. XL6 ഹൈബ്രിഡ് വണ്ടിയാണ്. 2020 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 88,000 കിലോമീറ്റർ ഓടിന്. പെട്രോൾ ആണ് വേരിയന്റ്. പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ്. ഇതിന് ചോദിക്കുന്ന വില 9.5 ലക്ഷം റുപ്യ. 9 ചോദിക്കാം. ഒരു 70,000 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് ഉറുപ്പന്റെ ഉള്ളിൽ മതി. ഏത് വണ്ടി ഉറപ്പിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടു. നല്ല ട്രാക്ക് ഒക്കെ വേണം. ട്രാക്ക് വേണം. അപ്പൊ വേണം വിളിച്ചോ. കറുപ്പ് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക്. അത് ക്രെറ്റയില് കുറെ ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് അസുഖ? ഇത് 2022 മോഡല്. SX സൺറൂഫ്, പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. 1.5 ആണ്. ഡീസലാണ്. മാനുവൽ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സീറോ ക്ലെയിം ആട്ടോ വണ്ടി. 5 ടയർ പുതിയത്, ബാറ്ററി പുതിയത്, പുതിയ ഇൻഷുറൻസ്. സീറോ ക്ലെയിം വണ്ടി. ഒരു ക്ലെയിം ഇതുവരെ ചെയ്യാത്ത വണ്ടിയാണ്. നിലവിൽ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. 2022 മോഡൽ സിംഗിൾ ഓണർ. ഇതിന് നമ്മൾ 16,15,000 റുപ്യ ചോദിക്കുന്നത്. ഒരു 15 ലക്ഷം റുപ്യ ലോൺ കിട്ടും. 15 റുപ്യ ലോൺ കിട്ടും അല്ലെ? ഡീസൽ മാനുവൽ ആട്ടോ വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. വീണ്ടും ഒരു വൈറ്റ് ക്രെറ്റ. ഇതെങ്ങനെയാണ്? ഇത് 2018 മോഡല്. ടൈപ്പ് 2 വരുന്ന ക്രെറ്റ കേട്ടോ. ബില്ല് ഇതൊക്കെ മാറിയിട്ട് സൺറൂഫ് വരുന്ന കേട്ടോ. സൺറൂഫ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് സംഭവം ഒന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക് റയർ അല്ലേ ഇതില്? ഇത് സാധനം കിട്ടുക കഴിയും. വേറൊന്നുമല്ല, സാധനം ഉണ്ട്. പക്ഷെ ഈ ഒരു മോഡൽ ഈ 1.6 വണ്ടി കിട്ടൽ അപൂർവ. 1.6 ആണ്. ഇതാണ് പിന്നെ കൂടുതൽ പുതിയ വണ്ടിനെക്കാട്ടിലും നമ്മളിപ്പോ കണ്ട വണ്ടിനെക്കാട്ടിലും ആൾക്കാർ ചോദിക്കണ ഈ വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല. ഇതിന് നമ്മൾ 10,80,000 റുപ്യ ചോദിക്കുന്നുണ്ട്. ഒരു പിന്നെ ഏകദേശം പിന്നെ ഒരു 1 ലക്ഷം റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു ഉപ്പ മതി ലോൺ ഇറക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. വാഗണർ ഓട്ടോമാറ്റിക്. ഇത് എങ്ങനെയാണ് നാസർക്ക മോഡൽ? 2017 മോഡൽ VXI ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. ഓട്ടോമാറ്റിക് ആണ് VXI. പിന്നെ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് സംഭവമൊന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 3,90,000. 390 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് കൊടുക്കാം. ലോൺ വേണ്ടവർക്ക് ഒരു 50-60 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്തു. ഇതൊക്കെ ഫുൾ സർവീസ് ഉണ്ടാവും. സർവീസ് ഒക്കെ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. S-Cross ഡീസൽ വാഹനമാണ്. ഇതെങ്ങനെ മോഡൽ? 2018 മോഡല്. സ്മാർട്ട് ഹൈബ്രിഡ് ഡീസൽ ആണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് സംഭവം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. പിന്നെ വണ്ടി വേറെ സർവീസ് ആണ് ഫുള്ള്. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാം. നല്ല മൈലേജ് ഉണ്ടാവും. ഹൈബ്രിഡ് ആണ്. പിന്നെ ഇതിന് ചോദിക്കുന്ന വില പറഞ്ഞാല് നമ്മള് 7,90,000 റുപ്യ ചോദിക്കും. 790 നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ ലോണൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ ഒരു 70-80 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ കേരളത്തിന് പുറത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ ഒരു ഷോറൂമാണ് കേട്ടോ. ഇവിടെ ഉള്ള വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. മോഡൽ കൂടിയ വണ്ടികളാണ്. ഇവിടെ ഒരു വിറ്ററ ബ്രസ് നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടിയാ? ഡീസൽ വണ്ടി. 2018 മോഡൽ ZDI ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വേറെ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് അത്യാവശ്യമൊക്കെ കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. 2 LCD ഉണ്ട്. പിന്നെ നല്ല സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടില് ജീപ്പിന്റെ അത് ഗ്രില്ലല്ലേ? ഗ്രില്ല് വെക്കുന്നതാണ്. ബാക്കി LED സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ വരുന്ന ZDI ആണ്. ZDI ഡീസൽ മാനുവൽ ആണ് വണ്ടി. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കുന്ന വില 8,10,000 രൂപ. 8,10 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഒരു 70-50 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്തു. ഇവിടെ ഒരു ഹോണ്ട സിറ്റി നോക്കാം. ഡീസൽ വാഹനമാണ്. ഒരു സഡാൻ വണ്ടി. എത്രയാണ് ഇത്? ഇത് 2014 മോഡല്. പിന്നെ ഒറിജിനൽ കേരള വണ്ടി ആട്ടോ. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടി. നല്ല നീറ്റ് വണ്ടി. പിന്നെ 1,70,000 ഓടിയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. വേറെ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്താണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 5 ലക്ഷം റുപ്യ ചോദിക്കുന്നത്. 5 ലക്ഷം. സൺറൂഫ് ഉള്ള ഡീസലാണ് വണ്ടി. മാനുവൽ ആണ് കേട്ടോ. സൺറൂഫ് ഒക്കെ ഉണ്ട്. കേരള വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ടോപ്പ് ഓപ്ഷൻ അല്ലേ?
ഓക്കെ. ഓട്ടം കുറച്ച് വൈകാണെങ്കിലും ഓണ്ടാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടി ഇവിടുന്ന് കൊടുക്കുന്നത്. അതെ, നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിന് 5 ലക്ഷം റുപ്യ ചോദിക്കണേ. ഒരു 80,000 റുപ്യ ഉണ്ടെങ്കിൽ ലോൺ ചെയ്തത്. ഹോണ്ടന്റെ ജാസ് അല്ലേ? ജാസ് എങ്ങനെയാണ് ഇത്? 2018 മോഡല് ജാസ് ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല? ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി. CVT ആണ് വണ്ടി. നല്ല വണ്ടിയാണ്. അപ്പൊ ഇതിനെ നമ്മള് 6 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. 6 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ വേണ്ടവർക്ക് ഒരു 50 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ 50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ബാക്കി ലോൺ ചെയ്യാം. ഇത് ഡസ്റ്റർ 2017 മോഡല് 85 ആട്ടോ ഓപ്ഷൻ. ഇത് 110 ഉണ്ടാവും. ഇത് 85 ആണ്. പിന്നെ ഇത് RXS മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജ് കിട്ടും. കംപ്ലൈന്റ് ഉണ്ടാവില്ല. അതായത് ഇത് 110 ആകുമ്പോൾ കംപ്ലൈന്റ് വരും. അതുകൊണ്ടാണ് എല്ലാവരും 85 കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ RXS എന്ന ഓപ്ഷൻ ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആക്സിഡന്റ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആക്സിഡന്റ് റീപ്ലേസ് സംഭവമൊന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 6,40,000 റുപ്യ ചോദിക്കുന്നു. ഒരു 60-70 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. ലോൺ ഇറക്കാൻ പറ്റും. ഹൂണ്ടായിന്റെ i20 ആണ്. ഈ 2 കളറിൽ വരുന്ന വണ്ടിയാണ്. ഇതെങ്ങനെയാണ്? ഇത് 2017 മോഡല് ഡീസൽ ആസ്റ്റയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. 1,30,000 ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ഇത് നമ്മള് സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ആട്ടോ. സെക്കൻഡ് അല്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2 കളർ കമ്പനി അല്ല, ഇത് പിന്നെ ചെയ്തതോ എന്താ അറിയില്ല. എന്തായാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതിന് നമ്മള് ചോദിക്കുന്ന വില പറഞ്ഞാല് 5,35,000 റുപ്യ. 5,35,000 ചോദിക്കണേ. ഓക്കെ. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 75 റുപ്യ അത്ര മതിയോ? അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. ഓക്കെ. സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതും ഗ്രേ കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇതെങ്ങനെയാണ്? ഇത് 2014 മോഡലാ. 14 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് VXI ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടി. നോക്കി എവിടെ സ്ക്രാച്ച് പോലും ഇല്ല. കസ്റ്റമർ നല്ല നീറ്റ് കൊണ്ടുവരുന്ന കസ്റ്റമറാണ്. ഓക്കെ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇതിന് ആസ്ക് ചെയ്യുന്നത് 3 ലക്ഷം റുപ്യ. 3 ലക്ഷം റുപ്യാണ് ചോദിക്കണേ. ഓക്കെ. ഇതൊക്കെ എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 50 റുപ്യ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ. ചെറിയ ബഡ്ജറ്റിൽ സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. വീണ്ടും ഒരു വെന്യൂ അല്ലെ? വെന്യൂ ഇവിടെ 2 പീസ് ഉണ്ടല്ലേ? 2 പീസ് ഉണ്ട്. ഡീസലും പെട്രോളും ഉണ്ട്. ഇത് 2021 മോഡൽ ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഇത് സൺറൂഫ് ഒക്കെ വരുന്നത് SX ആണ് വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഡീസലാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ തന്നെ ഞങ്ങളാട്ടോ സെക്കൻഡ്. പിന്നെ ഫസ്റ്റ് ഓണർ കയ്യിൽ നിന്ന് സെക്കൻഡ് ഓണറിൽ വണ്ടി ഓടിയില്ല. ഓക്കെ. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഇത് നമ്മൾ ചോദിക്കുന്ന വില 9,30,000 റുപ്യ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. വില കട്ട് ചെയ്ത് കുറച്ച് കൊടുക്കും. ലോൺ വേണ്ടവർക്ക് ഏകദേശം ഒരു 50-60 ഒക്കെ ഉണ്ടെങ്കിൽ ലോണും കിട്ടും. അല്ലേ? പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് കേട്ടോ. ലോൺ മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 20 കിട്ടും. 20 ഇറ്റിയോസ് ആണ് കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. ഒരു ഗ്രേ കളറാണ് വരുന്നത്. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഇത് ഡീസൽ 2017 മോഡൽ. ഫുൾ ഓപ്ഷൻ വണ്ടി VXT. സെക്കൻഡ് ഓണർ 88,000 കിലോമീറ്റർ ഓടിന്. കമ്പനി ഫുൾ സർവീസ് കാര്യങ്ങളുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് ടയറൊക്കെ പുതിയതുണ്ട്. ഇൻഷൂർ പുതിയതാണ്. ബാറ്ററി പുതിയതാണ്. നമ്മൾ ചെയ്താട്ടോ ടയർ ഇൻഷൂർ പിന്നെ ബാറ്ററി നല്ല സീറ്റ് അതൊക്കെ കസ്റ്റമർ ചെയ്താണ്. അപ്പൊ നമ്മള് ഇത് ചോദിക്കുന്ന വില 7,25,000. 25 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ചും ചെയ്യാം. ഏതെങ്കിലും വണ്ടിയൊക്കെ നമ്മൾ എല്ലാ വണ്ടിയും എക്സ്ചേഞ്ച് ചെയ്യാം. വണ്ടി എടുക്കും. എക്സ്ചേഞ്ച് പറഞ്ഞാൽ മറ്റേ മോശമുള്ള വണ്ടിയാണ് നിങ്ങൾ ഇവിടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കൂടി വരുമ്പോ താറൊക്കെ കണ്ടിട്ടുണ്ട്. അത് പോയോ? താറൊക്കെ പോയി. താറ് നമുക്ക് 2 എണ്ണം വരാണ്ട്. 2023 മോഡൽ 2 വീല് ഡീസൽ വണ്ടി വരാണ്ട്. 2024 2 വീല് ഡീസൽ വരാണ്ട്. ഇന്ന് വരും. വീഡിയോ ഇന്നിപ്പോ വൈകുന്നേരം എത്തുള്ളൂ. നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു താറുണ്ട്. ഓക്കെ. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഇത് വീഡിയോയിൽ നമ്പർ ലോൺ വേണ്ടവർക്ക് ഒരു 60-70 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. ടാക്സിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ടാക്സിക്കാരൊക്കെ പറ്റും. 88,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടാണ്. 88 കറക്റ്റ് ഓട്ടമാണ് കേട്ടോ. ജെന്യൂൻ ഓട്ടമാണ്. പിന്നെ ഈ വണ്ടിനെ പറ്റി അറിയാത്തവരോടാണ് പറയുന്നത്. ഈ ഒരു വണ്ടി ഇതൊരു സംഭവമാണ് കേട്ടോ. ഇത് മെയിൻ്റനൻസ് വളരെ കമ്മിയുള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നല്ല ബൂട്ട് സ്പേസ്, ലോങ് ഡ്രൈവിനൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി. അതാണ് ഈ ടാക്സിക്കാരൊക്കെ ഇത് യൂസ് ആക്കുന്നത്. 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന 25-ന് മേലെ കിട്ടുമല്ലേ? 25 നമുക്ക് കണക്ക് പറയാം. ഇത് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ വണ്ടി. അമേസിംഗ്. എനിക്ക് 27 കിട്ടിക്കൊണ്ടായിരുന്നു.
ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 4 ടയറൊക്കെ ഇപ്പൊ പുതിയതാണ്. ഓക്കെ. 1,40,000 ഓടിയിട്ടുണ്ട്. പിന്നെ 40 ഓടിയിട്ട് വേറെ തട്ടുമുട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഇത് ലോണൊക്കെ വേണ്ടവർക്ക് ഏകദേശം ഫുൾ ലോൺ, ഏകദേശം ഫുൾ ലോണിൽ ടാക്സിക്കാർക്കും പറ്റൂട്ടെ ഈ വണ്ടി. മൈലേജ് ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടോ, ടാക്സി ആക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇതിന് ചോദിക്കുന്ന വില പിന്നെ 4,10,000. 4,10 ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10, 20,000, 30,000 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്യാം. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. ഓക്കെ. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ, അല്ലെങ്കിൽ 10, 30, 40 വേണ്ടി വരും. 40 വേണ്ടി. മാരുതിന്റെ സിയാദാണ് ഇത്. ഡീസൽ വണ്ടി അല്ല? ഡീസൽ. ഓക്കെ. മോഡൽ 2015 മോഡൽ. VDI പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. KL 60 രജിസ്റ്റർ. VDI പ്ലസ് ടോപ്പ് ഓപ്ഷൻ അല്ല? ടോപ്പ് ZDI പ്ലസ് ആണ്. ഇത് VDI പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, കോൾ കൺട്രോൾ, ഇങ്ങനത്തെ എല്ലാ സംഭവം, ABS, എയർ ബാഗ്. അപ്പൊ ഇത് 2015 മോഡൽ. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 5,40,000 രൂപ ചോദിക്കും. 5,40 ചോദിക്കുന്നു. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 10, 70,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. സിയാദാണ് കേട്ടോ. ഡീസൽ മാനുവൽ ഒരു സഡാൻ വാഹനമാണ്. 5,40 ചോദിച്ചിട്ടുള്ളത്. മോഡൽ 2015. ഓക്കെ. 2015 ഒറിജിനൽ കേരള വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. വീണ്ടും നമുക്കൊരു ഹോണ്ട സിറ്റി നോക്കാം. ഹോണ്ട സിറ്റി ഇവിടെ 2 പീസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല കളർ അല്ലേ, എന്താ ചെയ്ത് കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കളർ നല്ല രസമുണ്ട്. ഇത് 2015 മോഡല്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്. സെൻട്രൂഫ് ഒക്കെ വരുന്ന ഒറിജിനൽ കേരള വണ്ടി. സെൻട്രൂഫ് ഒക്കെ വരുന്നുണ്ടല്ലോ. സെൻട്രൂഫുള്ളാണ്, ഫുൾ ഓപ്ഷൻ. ഡീസൽ മാനുവൽ ആണ്. പിന്നെ കമ്പനി ഫുൾ സർവീസ് ഒക്കെ വണ്ടിയാണ്. KL 60 റൈസർ. നിങ്ങളെ നാട്ടിലെ വണ്ടിയാണ്. കാഞ്ഞങ്ങാട് റൈസനായിട്ട് കേരള വണ്ടി. നമ്മുടെ അടുത്ത് ഇപ്പൊ വീഡിയോ എടുത്തൊക്കെ ഒറിജിനൽ കേരള. ഒറ്റ വണ്ടി ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, ഉണ്ടാവേണ്ടി. പിന്നെ ഇത് 1,90 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ തട്ടുമുട്ട്, ആക്സിഡന്റ് കാര്യങ്ങൾ. 4 പുതിയ ടയറാട്ടോ. 4 നോക്കി പുത്തൻ ടയറാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 5,60,000. 5,60. ഇതിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോൺ വേണമെങ്കിൽ ഒരു 70, 60 ഒക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യും തന്നെ. 5,60 ചോദിച്ചിട്ടുള്ളത്. വേണം വിളിച്ചോട്ടോ. ഹോണ്ട അമേസ് ആണ്. ഇത് ഡീസലാ? ഇത് ഡീസലാണ്. ഇത് എവിടെ കിട്ടാത്തൊരു സാധനം. അങ്ങനെ റയറാണ്. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 56,000 ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ എടുത്തതിന്റെ ശേഷം 4 ടയർ പുതിയ ഇൻഷുറൻസ് പുത്തൻ ടയർ ഇട്ടിട്ട് പിന്നെ 3 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3 ആ ടയറും കടയിൽ നിന്ന് കമ്പനി വന്ന സ്റ്റെപ്പിനെയാണ്. പക്ഷെ 4 ടയറും വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എവിടെ ഉണ്ടാവില്ല. ഒരു റയർ പീസ് ചോദിക്കുന്നത്. ഇതിന് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ലോൺ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് 8 രൂപയൊക്കെ ലോൺ. വില കുറച്ച് കൊടുക്കൂല. വില എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ സാധനത്തിന് നല്ല വിലയാണ്. അതുകൊണ്ടാണ് ഇത്ര വില. എല്ലാവരും ചോദിക്കും. ഒരു റയർ പീസ് ആയതുകൊണ്ട് നല്ല വിലയാണ്. എത്ര പൈസ ഉണ്ട് ഇറക്കാം? എന്തായാലും ഒരു 1,20 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. ഇവിടെ ഒരു വിറ്റാര ബ്രസ് ആണ്. ഇത് ഡീസൽ വണ്ടി. ഇത് ഡീസൽ. ഓക്കെ. ഇത് 2017 മോഡല് ZDI വണ്ടിയാണ്. ZDI ആണ്. സെക്കൻഡ് ഓണർ 86,000 കിലോമീറ്റർ ഓടിയോ. 86 ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. മാനുവൽ ആട്ടോ. ഡീസൽ മാനുവൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാ. വേറെ അപാകതകളൊന്നും തട്ടുമുട്ടൊന്നുമില്ല. ലോണൊക്കെ വേണ്ടവർക്ക് ഏകദേശം നല്ലൊരു ലോൺ കൊടുക്കാൻ പറ്റും. ഉള്ള ലോൺ കയ്യില്ല. ഒരു 10-70 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ എടുക്കാം. നമ്മൾ ഇതിന് ചോദിക്കുന്ന വില 7,60,000 രൂപ. 7,60 ചോദിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കസ്റ്റമർക്ക് ഏതെങ്കിലും വണ്ടി എക്സ്ചേഞ്ചിന്റെ എടുക്കാം. പിന്നെ അതേപോലെ വീഡിയോ കാണുന്നവരടുത്ത് വണ്ടി കൊടുക്കാണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. നമ്മൾ വണ്ടി എടുക്കും കേട്ടോ. വിലക്ക് ഇങ്ങോട്ട് എടുക്കും. അവര് വിൽക്കല് മാത്രമല്ല, കസ്റ്റമറെ കൈ വണ്ടിന്റെ എക്സ്ചേഞ്ച് അല്ലാണ്ട് നിങ്ങൾ നമ്മൾ ക്യാഷിനും പർച്ചേസ് ചെയ്യും കേട്ടോ. വണ്ടി കസ്റ്റമറെ അടുത്ത് വണ്ടി കൊടുക്കാനുള്ളവരുണ്ടാവും. നിങ്ങള് സ്വന്തം വണ്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ, മൂപ്പരെ എടുക്കും കേട്ടോ. ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോ ഇവിടെ ഒരു മഹീന്ദ്രന്റെ ബൊലേറോ അല്ല, ഇത് എങ്ങനെയാണ്? ഇത് 2018 മോഡല് ZLX വണ്ടിയാണ്. ഓക്കെ. ZLX 70,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്, ആക്സിഡന്റ്, തുരുമ്പ്. ബൊലേറോ പറയുമ്പോ തുരുമ്പാണ് ഫസ്റ്റ് തുരുമ്പ്. തുരുമ്പൊന്നും ഇല്ലാത്ത വണ്ടി. നല്ല അലയൊക്കെ ചെയ്തത്. നല്ല അലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മൾ ഇതിന് 7,70,000 രൂപ ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. പിന്നെ ലോണൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ ഒരു 80-90 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്തെടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മള് എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഞങ്ങളുടെ ഈ WRV ഉണ്ട്. നമുക്ക് 21 മോഡൽ WRV ഉണ്ട്. ഇല്ല അപ്പൊ വണ്ടി ഉള്ളത് കൊടുക്കാണ്ട്. ഞാൻ അന്നാള് വരുമ്പോ WRV 2-3 പീസ് ഉണ്ടായി. അപ്പൊ അത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പീസ് നമ്മളെ കയ്യിലുണ്ട്. ആവശ്യക്കാരുണ്ട് വിളിച്ചാൽ മതി.
നിങ്ങൾ വെറൈറ്റി എന്താ വെച്ചാലേ ഏറ്റവും കൂടുതൽ വണ്ടികളിലെ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളാണ് അല്ലെ? ഹോണ്ട സിറ്റി, ഇതിനൊക്കെ ഭയങ്കര മൈലേജ്. അതെ, ഹോണ്ട കമ്പനി ആയിട്ട് എന്തെങ്കിലും കയ്യൊപ്പുണ്ടോ ഞങ്ങള്? കയ്യപ്പൊന്നുമില്ല. അല്ല, ഹോണ്ടന്റെ കുറെ വണ്ടികൾ, ഹോണ്ടന്റെ BRV ഉണ്ട് ഞങ്ങളായി, 7 സീറ്റ് വണ്ടി ഉണ്ട് കയ്യില്. അതൊക്കെ പുറത്താ ഇതിന് ഇവിടെ വെക്കാൻ മഴ ആയതുകൊണ്ട് പുറത്ത് വെച്ചതാ. BRV ഉണ്ട് 7 സീറ്റ്, 2016 മോഡല്, 630 ചോദിക്കണ വണ്ടി, 7 സീറ്റ് ഡീസൽ മാനുവൽ. നിങ്ങൾ ഏതെങ്കിലും റയർ പീസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ, മൂപ്പരെ ഒപ്പിച്ചു തരും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ നാസർക്ക.